നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുക. ആ ശരി, സൂക്ഷിച്ചു പോണേ മക്കളെ. കുഞ്ഞിനെ അധികം പൊടിയും വെയിലും ഒന്നും കൊള്ളിച്ചേക്കല്ലേ. കാലാവസ്ഥ വളരെ മോശ. അതിനവര് പോകുന്നത് AC കാറിലല്ലേ അമ്മേ? അതിനകത്ത് എവിടുന്ന വെയിലും പൊടിയൊക്കെ? ഓ ഇടി ഇടി ഇടി. അമ്പലം കാറിനകത്തല്ലല്ലോ, പുറത്തിറങ്ങുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മ. അല്ല, കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാ? അത് ചോദിക്കാൻ നീ ആരാ? ആമി, പിന്നെ ഇവള് ആരാ ഇതൊക്കെ അന്വേഷിക്കാൻ? ഇവൾ ഒറ്റ ഒരാൾ കാരണല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് കുഞ്ഞിനെയും കൊണ്ട് വഴിപാട് നടത്താൻ പോയേണ്ടി വന്നത്. ഇവള് കൊല്ലാൻ നോക്കിയിട്ട് ദൈവമല്ലേ ഞങ്ങൾക്ക് ഇവളെ തിരിച്ചു തന്നത്. എന്താ അമ്മി ഇത്? ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തില് നമുക്കില്ലാത്ത ആകാംക്ഷ ഇവൾക്ക് എന്തിനാ? മോളെ, അത് അവളൊരു ലോഹ്യം ചോദിച്ചതല്ലേ. ഇവളുടെ ലോഹി എനിക്ക് വേണ്ടെങ്കിലോ? ദത്തേട്ടാ, നോക്കി നിന്ന് സമയം കളയാതെ ഇറങ്ങാൻ നോക്ക്. പൂജ, സോറി. ഇതുള്ളല്ലോ, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ? ദത്തേട്ടൻ എന്തിനാ ഇവളോടൊക്കെ സോറി പറയാൻ പോകുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് ഇവൾക്കും അറിയാം, എനിക്കും അറിയാം. ഞങ്ങളും കൂടി അത് അറിയുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ? പിന്നെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളോട് ഇതിൽ കൂടുതൽ എന്ത് മര്യാദ ഞാൻ കാണിക്കട്ടെ? ആമിക്കുട്ടി, ഇന്നലെ അതൊരു കൈപ്പിഴ പറ്റിയതല്ലേ. അത് മോള് തന്നെ സമ്മതിച്ചല്ലോ. ഓഹോ, സമ്മതിച്ചെന്നല്ലേ കാര്യമായി പോയി. കൈപ്പിഴ പറ്റി എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അപ്പോഴും മുത്തശ്ശി ഇങ്ങനെയൊക്കെ തന്നെ പറയുമായിരുന്നോ? ദൈവാധീനം കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് നീ പോയി വഴിപാടൊക്കെ നടത്തിയിട്ട് വേഗം വാ. അതെ, അതിനുവേണ്ടി തന്നെയാ പോകുന്നത്. ഇവള് കൊല്ലാൻ നോക്കിയിട്ടും എന്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയാൻ. ദത്തേട്ടൻ വരുന്നുണ്ടോ അതോ ഞാൻ വല്ല ഓട്ടോ പിടിച്ചു പോണോ? കരയല്ലേ മോളെ. ആ വിവരം കേട്ടവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ അല്ലാതെ വേറെ ആരെങ്കിലും കരയുവോ? ആ, അമ്മ വളം വെച്ച് കൊടുക്ക്. ഇനി നാളെ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കട്ടെ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് കണ്ണിയാ പൊട്ടിക്കും. കയറി പൊടിയകത്ത്. അതിന് ഞാൻ പ്രതി. ആർക്കും മനസ്സിലായില്ലെങ്കിലും നിന്നെ എനിക്ക് മനസ്സിലാവും മോളെ. മുത്തശ്ശി, നിന്റെ സങ്കടം ദൈവം കാണുന്നുണ്ട് മോളെ. പക്ഷെ ഒരിക്കലും അതിനെന്റെ ആമിയെ ശിക്ഷിക്കരുതെന്ന് നീയും പ്രാർത്ഥിക്കണം. അവളുടെ വിവരക്കേടിന് നീ അവളെ ശപിക്കല്ലേ മോളെ. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താ എന്താ പൂജ, എന്താ പോണ്ടായേ? സ്ഥിരം ഉണ്ടാവുന്നൊക്കെ തന്നെയാ. കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായ പുകലുകളൊക്കെ ആദ്യം കണ്ടതല്ലേ. അത് തീർന്നല്ലോ. എവിടെ തീർന്നു? എപ്പ തീർന്നു? ഒന്നും തീർന്നിട്ടില്ല. കുഴപ്പങ്ങളൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. താൻ എന്തൊക്കെയാ പറയുന്നേ? ദത്തേട്ടനും തന്നെ ചേച്ചിയും കൂടി ഇപ്പൊ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോയി. അത് നല്ല കാര്യമല്ലേ? അമ്പലത്തിൽ പോകുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. പിന്നെ പക്ഷെ അവരെന്തിനാ പോയതെന്നറിയോ? എന്തിനാ?
എന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ നോക്കിയതിന് ദോഷപരിഹാരം ചെയ്യാൻ. ഇതൊക്കെ തന്റെ വെറും തോന്നലുകളാണ് പൂജ. എന്റെ തോന്നലുകളോ? എന്റെ മുഖത്ത് നോക്കിയ തന്റെ പെങ്ങൾ അത് പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ക്ലാരമ്മ ചേട്ടത്തിയോട് ചോദിച്ചു നോക്ക്, അവരൊക്കെ സാക്ഷികളാ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താനതങ്ങ് മറന്നേക്ക്. മറക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. പൂജ, ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാവണം. എന്ത് തീരുമാനം? തീരുമാനം എന്താന്ന് ആദിക്കറിയില്ലേ? കുഞ്ഞ് തന്റെ ചേച്ചിയുടെ എല്ലാം എന്റെയാന്ന് താൻ എല്ലാരോടും പറയണം. പൂജ, താനെന്തീ പറയുന്നേ? മലയാളം എന്താ കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ദേ ആദി, കളിക്കല്ലേ. എനിക്ക് ഇന്ന് ഇപ്പൊ ഒരു തീരുമാനം അറിയണം. എന്റെ പൊന്നു പൂജ, എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചത് പോലും തെറ്റാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എടോ, കുഞ്ഞ് നമ്മുടെ കൺവെട്ട തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? കൊതി തീരെ അതിനൊന്ന് കാണാൻ പോലും എനിക്ക് അനുവാദമുണ്ടോ? ഇപ്പൊ തന്റെ പെങ്ങളുടെ പുതിയ ആരോപണം ഞാൻ കുഞ്ഞു മരിച്ചുപോയ ഭാഗ്യം കെട്ട അമ്മയാണെന്ന. എന്നെ കണി കാണാൻ പോലും കൊള്ളില്ലെന്ന്. എന്റെ കുഞ്ഞ് ജീവനോട് അവരുടെ കയ്യിൽ ഇരിക്കുമ്പോഴാ ഞാൻ ഈ പഴിയൊക്കെ കേൾക്കുന്നതെന്ന് ആലോചിക്കണം. ലോകത്ത് ആരെങ്കിലും ഇത് സഹിക്കോ? പൂജ, നല്ലതിന് വേണ്ടിയല്ലേ? താൻ കുറച്ചുകൂടെ സഹിച്ചേ പറ്റൂ. എന്ത് നല്ലതിന് വേണ്ടി? ആരുടെ നല്ലതിന് വേണ്ടി? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാതി. ഇനി എനിക്ക് പറ്റില്ല. എടോ, താനങ്ങനെ പറയരുത്. ഞാൻ പറയും. ഞാനല്ല, ലോകത്ത് ഏതമ്മയാണെങ്കിലും പറയും. ഞാനായതുകൊണ്ട് മാത്രം ഇത്ര ദിവസം ക്ഷമിച്ചു. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഔദാര്യം പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെ പോയാ ഒരിക്കലും എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലേ, തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, മുത്തശ്ശിയോട് ഞാൻ സംസാരിക്കാം. കാര്യങ്ങൾ ഇവിടം വരെയൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ദയവ് ചെയ്ത് താൻ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നേ, തന്റെ ആമ ചേച്ചിയല്ലേ. പൂജ, ഇതൊക്കെ ചേച്ചിയുടെ അസുഖത്തിന്റെ ഭാഗമല്ലേ? അവർക്ക് മാത്രമുള്ള അസുഖം. അവർക്ക് വേണ്ടി മറ്റുള്ളവരെല്ലാരും സഫർ ചെയ്യണോ? ഡോക്ടർ പറഞ്ഞ താൻ മറന്നുപോയോ? ഈ സത്യം അറിഞ്ഞാ പിന്നെ ചേച്ചി ജീവിച്ചിരിക്കില്ല. അപ്പോ ജീവിതകാലം മുഴുവൻ തന്റെ ചേച്ചിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെ ബലി കൊടുക്കണോ എന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ അനിശ്ചിതകാലം നീണ്ടുപോകുന്നല്ലാതെ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടുന്നത് തനിക്ക് പോലും പറയാൻ പറ്റുന്നുണ്ടോ? പൂജ, ഞാൻ പറഞ്ഞല്ലോ. എന്ത്? ആമച്ചേച്ചിയുടെ കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞ പിന്നെ ചേച്ചി ജീവിച്ചിരിക്കില്ല എന്ന്. അപ്പൊ എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നിട്ടും അത് എന്റെ കുഞ്ഞെന്ന് സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ ആത്മഹത്യ ചെയ്തോട്ടെന്നല്ലേ? പൂജ, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇങ്ങനെ മാത്രം ചിന്തിക്കാൻ എനിക്ക് പറ്റൂ. ലോകത്ത് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ ഇത്? താൻ ചിന്തിക്കുന്നത് തന്റെ കൂടപ്പുറപ്പിനെ കുറിച്ച് മാത്രം. ഞാൻ തന്റെ ആരുമല്ലല്ലോ. എന്നാര് പറഞ്ഞു? താൻ മാത്രമല്ല, ആ കുഞ്ഞു എന്റെ സ്വന്തമായോണ്ടാ ഞാൻ ഈ കള്ളക്കളിയോ കളിക്കുന്നത്.